ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് ക്രാഫ്റ്റ് വേൾഡ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടു ഡു ലിസ്റ്റാണ്. വെറും ടു ഡു ലിസ്റ്റ് അല്ല, ഒരു റീയൂസബിൾ ടു ഡു ലിസ്റ്റ്. അപ്പോൾ നമുക്ക് അതിനാദ്യമായിട്ട് ഞാൻ ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പെൻസിലും കൊണ്ട് ഇങ്ങനെ 4 സൈഡിലും ബോർഡർ വരച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കൂടെ പെന്നും കൊണ്ട്, ഒരു ബ്ലാക്ക് പെന്നും കൊണ്ട് ഞാൻ ഇത് ഫുള്ളും ഒന്നും കൂടെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സൈഡിൽ ഡെക്കറേറ്റ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ ഒരു തിരക്കുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തപ്പം സിമ്പിളാന്ന് വെച്ചിട്ട് ഞാൻ മൊത്തം ഓറഞ്ചും എടുക്കാൻ വിചാരിച്ചായിരുന്നു. പിന്നെ അത് ആക്കി വന്നപ്പോൾ ഓറഞ്ച് ഫുള്ളായ രസം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓറഞ്ചിൻ്റെ ഒരു 3 കളർ ഷെയ്ഡിലെടുത്തിട്ട് ഞാൻ അങ്ങനെ അവിടെ ഫുള്ളും അടിച്ചെടുക്കുന്നുണ്ട്. എന്തായാലും വീഡിയോ അവസാനം വരെ കാണാൻ, നല്ല ഫൈനൽ ലുക്ക് എന്തായാലും കിടുവാണ്. അപ്പം ഞാൻ അങ്ങനെ മൊത്തം അടിച്ചെടുക്കുന്നുണ്ട്. ഓരോ കളേഴ്സും ഇങ്ങനെ മാറി മാറി അടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു കളറ് ഇതാക്കിയാൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, കണ്ടവരെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം എങ്ങനെ ഞാൻ ഫുള്ളും അടിച്ചെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടു ഡു ലിസ്റ്റ് എന്ന് ഇവിടെ പെൻസിലും കൊണ്ട് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. നമുക്കവിടെ അതിൻ്റെ മേലെ തന്നെ എഴുതി കൊടുക്കണം, ആ കളർ ചെയ്തതിൻ്റെ അവിടെ. നമുക്കൊരു ബ്ലാക്ക് കളർ സ്കെച്ച് എടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ എഴുതി കൊടുക്കാം. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ പെൻസിലും കൊണ്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കൂടെ ഞാൻ മിക്ക ദിവസങ്ങളിലും എഴുതാറില്ല. ഞാൻ ഇന്നും അതേപോലെ തന്നെ ചെയ്ത് അതിൻ്റെ മേലെ കൂടെ എഴുതണമെന്ന് വിചാരിച്ചിട്ടെല്ലാം ഞാൻ പെൻസിലും കൊണ്ട് എഴുതും. പക്ഷേ ഈ സ്കെച്ച് എടുത്ത് എഴുതി വരുമ്പോഴത്തേക്കും അതിൻ്റെ മേലെ നിന്ന് മാറിപ്പോവും. ഇനി നമുക്ക് ഇതിനുള്ള മെയിൻ സാധനമാണ് റീയൂസബിൾ ആയതുകൊണ്ട് നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഫുള്ളും ഫെവിക്കോള് ആക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത്രയൊന്നും ആവശ്യമില്ലായിരുന്നു. ഞാൻ ലാസ്റ്റ് എല്ലാം കുറച്ച് ആക്കുന്നുണ്ട്. ഇത്രയും ആക്കിയാൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ചും കൂടി നല്ലത് കുറച്ചാക്കുന്നതാണ്. ഞാനിത് ഫസ്റ്റ് കുറേ ആ ഒരു ഇതിൽ ഞാൻ കുറേ എടുത്തായിരുന്നു. ഇനി നമുക്കത് ഫുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിൻ്റെ മേലെ വെക്കുന്നതാണ്. നമുക്ക് കറക്റ്റ് ലെവലിൽ വെക്കാം. എന്തെങ്കിലും പുറത്തേക്കുണ്ടെങ്കിൽ കുറച്ചെന്തെങ്കിലും ഇങ്ങനെ പുറത്തേക്കുണ്ടെങ്കിൽ നമുക്കത് കത്രിക കൊണ്ട് മുറിച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ അവിടെ കാണുന്ന വൈറ്റ് കളേഴ്സ്, ആ ഗ്ലൂവിൻ്റെ വൈറ്റ് കളറ് പോകണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കട്ടിക്കൊന്ന് വരച്ച് കൊടുത്താൽ മതി, അന്ന് കളറെല്ലാം പോയിക്കോളും. ഇനി നമുക്ക് ഇവിടെല്ലാം സൈഡ് കണ്ടറിയാം, അതെല്ലാം ഉണ്ടായാലും മുറിച്ചെടുക്കാം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇനി നമുക്ക് അതിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ലാസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് മുന്നേ നമുക്കിതൊരു ഇയർ അതിന് വെച്ച് കൊടുക്കാം. ഞാൻ ഇയർ ആക്കുന്ന വീഡിയോ എടുത്തായിരുന്നു, ബട്ട് ചില ഇഷ്യൂസ് കാരണം ആ വീഡിയോ കട്ട് ചെയ്യേണ്ട വന്നു. ഞാനങ്ങനെ 2 ഇയേഴ്സ് ആക്കിയിട്ടുണ്ട്. അത് 2 സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. നമുക്കിനി ഇതിനകത്ത് എഴുതി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്കെച്ചും കൊണ്ട് തന്നെ എഴുതണം, പെന്നും കൊണ്ട് എഴുതാൻ പാടില്ല. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നല്ല കിടിലനായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കുറച്ച് വേൾഡിൽ നിന്ന് അതിൻ്റെ പകുതി പുറത്തേക്കായിപ്പോയി. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കോട്ടണോ ടിഷ്യൂോ വെച്ചിട്ട് നമുക്കൊന്ന് മായ്ച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.